പിതാവേ, ദൈവത്തിൻ്റെ വചനം ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങിൽ നിന്നും ഞങ്ങൾ കേൾക്കാൻ, വചനം കേട്ട് ഞങ്ങൾ ആശ്വാസം പ്രാപിപ്പാൻ, ദൈവവചന ശ്രവണത്തിൽ തന്നെ ഞങ്ങളുടെ ദേഹവും ദേഹിയും ഒക്കെ സൗഖ്യമാകാൻ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഞങ്ങൾ ഒരുമിച്ച് വചനം തുറന്ന് അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങളുടെ വചനധ്യാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടാകാൻ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഒക്കെ തുറന്ന് കർത്താവിൻ്റെ പൊന്നുപാദത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളെ ഉപദേശിക്കണം, വചനത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണം. ശ്രദ്ധയോടെ അങ്ങ് ഞങ്ങളെ കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരു വാഴ്ത്തിപ്പാടുന്ന ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് പകലിൽ വായിച്ചു കേട്ടത്. 66-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം. ഒരു ക്രിസ്തീയ വിശ്വാസി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം? ഒന്ന്, അവൻ്റെ വായിൽ നിന്നും സ്തുതിയും സ്തോത്രങ്ങളും ദൈവത്തോടുള്ള പുകഴ്ചയും വിട്ടുപോകാതെ ഭൂതലത്തിൽ ജീവിക്കണം. വാഴ്ത്തിപ്പാടി ജീവിക്കുന്ന ഒരു അനുഭവം ദൈവമക്കൾക്കുണ്ടാകണം. ഒരു ക്രിസ്ത്യാനിയെ മറ്റ് മാർഗവിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ വായിൽ കുരളയോ കുറ്റം പറച്ചിലുകളോ അമർത്തിയുള്ള സംസാരങ്ങളോ ദൂഷണങ്ങളോ ഒന്നും ഇരിക്കാൻ ഇടം കൊടുക്കാതെ, പകരം അവൻ്റെ നാവിൽ എപ്പോഴും സ്തുതിയും സ്തോത്രവും ദൈവത്തോടുള്ള മഹത്വത്തിൻ്റെ വാഴ്ത്തലും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെ വ്യത്യസ്തമാക്കുന്ന ഘടകം. നമ്മൾ പൊതുവെ സഹോദരി സഹോദരന്മാരെ കാണുമ്പോൾ സ്തോത്രം പറഞ്ഞ് അവരെ അഭിസംബോധന ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളെ കുറിച്ചല്ല. ദൈവമക്കളല്ലാതിരിക്കുന്ന ലോകത്തിൻ്റെ മക്കൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് കേട്ടാൽ നമുക്ക് ഒരു കാരണവശാലും അവരോട് ഒത്തുപോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളായിരിക്കുന്നവരെ കാണുമ്പോൾ ഉടനെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്തു തുടങ്ങുന്നത്. അഭിസംബോധനയിൽ പോലും വായിൽ നിന്നും ദൈവത്തോടുള്ള പുകഴ്ച മാറിപ്പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അങ്ങനെയെങ്കിൽ അഭിസംബോധനയിൽ മാത്രം പുകഴ്ചയും സ്തുതിയും സ്തോത്രവും നിന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളിലും ഈ സ്തുതിയും ഈ സ്തോത്രവും ഈ പുകഴ്ചയും നമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചു കേട്ടത്. 66-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭം സർവഭൂമിയിലുമുള്ളവരെ എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. ഇതൊരു പ്രാർത്ഥനാ കീർത്തനമാണ്. ഇതൊരു സ്തുതി സ്തോത്രമാണ്. ഇതൊരു സാക്ഷ്യ വിവരണമാണ്. ഒരു പ്രതീക്ഷയുടെ ഒരു പ്രാർത്ഥനയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന സർവഭൂമിയിലുമായിട്ടുള്ളവരെ നിങ്ങൾ കേൾപ്പിനെന്നാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ സത്യങ്ങൾ, നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ബൈബിൾ എന്ന മറുപേരിൽ അറിയപ്പെടുന്നതും സത്യഗ്രന്ഥമെന്ന് ബൈബിൾ സ്വയം വിശേഷിപ്പിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്തെ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകത്തിലെ സന്ദേശം, അത് സകല ലോക മനുഷ്യർക്കും വേണ്ടി ദൈവം അരുളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. സാർവത്രികമാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം പിന്നെയോ ആകാശത്തിൻ്റെ അടിയിലും ആകാശത്തിൻ്റെ മുകളിലും മനുഷ്യന് ദൃശ്യമായതും അദൃശ്യവുമായിരിക്കുന്ന സകല മേഖലകളിലും ജീവനുള്ള സകലതിനോടും ഒരുപോലെ സംസാരിക്കുന്ന ദൈവമാണ് ഞങ്ങൾ ഒരുമിച്ച് നാം ഇന്ന് മഹത്വപ്പെടുത്തിയ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന കീർത്തനം ആരംഭിക്കുന്നത്. നമുക്കൊരിക്കലും ദൈവത്തെ മറ്റൊരുവനിൽ നിന്നും വ്യത്യസ്തപ്പെടുത്താൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് ധൈര്യത്തോടെ മറ്റൊരുവന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയും, ഞാൻ സേവിക്കുന്ന ദൈവം തന്നെ നീയും സേവിക്കണമെന്ന് നമുക്കവരെ സത്യദൈവത്തിലേക്ക് തിരിക്കുവാനായിട്ട് കഴിയും. ദൈവത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ, ജീവനുള്ള ദൈവത്തിന്റെ മഹാപ്രവർത്തികളെ മറ്റുള്ളവരോട് വിവരിച്ചു പറയാൻ ലോകത്തിലെ മറ്റൊരു പുസ്തകങ്ങളിലും ആശ്രയം വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെയോ
ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്നുകൊണ്ട് തന്നെ സകല മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്ന വിവരണങ്ങളും ഉപദേശങ്ങളും അവർക്ക് പങ്കുവച്ചു കൊടുക്കുവാൻ മതിയായ തിരുവെഴുത്തുകളാണ് നമ്മുടെ കൈവശം ദൈവം തന്നിരിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ പ്രാർത്ഥനാ കീർത്തനവും ഈ സ്തുതിയും സ്തോത്രവും ഈ പുകഴ്ചകളും ജീവനുള്ള സകല മനുഷ്യരും ഒരുപോലെ ദൈവത്തോട് സമർപ്പിക്കണം എന്നുള്ളത് ആദ്യത്തെ ആഹ്വാനം. ചോദ്യം: എല്ലാ മനുഷ്യരും ഈ ജീവനുള്ള ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ? ഉത്തരം: വേദപുസ്തകം പറയുന്നു അന്വേഷിക്കുന്നില്ല. അടുത്ത ചോദ്യം: അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, നിങ്ങൾ സർവഭൂമിയിലേക്കും ഇറങ്ങി ചെല്ലുവിൻ. സകല ഭൂമിയും എന്ന് പറഞ്ഞ സകല മനുഷ്യരും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഇഷ്ടമായിരിക്കവേ, വാസ്തവമായി സകല മനുഷ്യരും ദൈവത്തിലേക്ക് മുഖം തിരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിപ്പിക്കേണ്ടത് ദൈവത്തെ കണ്ടെത്തിയവരുടെ മേൽ കിടക്കുന്ന ഒന്നാം പ്രമാണമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കർത്തവ്യങ്ങളുണ്ട്, ചുമതലകളുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ. പക്ഷെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ കർത്തവ്യം ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാതിരിക്കുന്നവരെ തിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് തൻ്റെ പ്രവൃത്തിക്ക് പങ്കാളികളായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിനെ ഇന്ന് പകലിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണം. പക്ഷെ അതിന് ഫലപ്രദമായ നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നാമും പങ്കാളികളായി തീരാൻ മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകത്തെക്കുറിച്ച് നാം വായിച്ച വാക്യത്തിൽ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം, ദയ എടുത്തുകളയാത്ത ദൈവം. ഈ പകലിൽ നമ്മൾ ആരാധിക്കുന്നത് ഏത് ദൈവത്തെയാണ്? നാം ദൈവമേ എന്ന് വിളിക്കുന്ന ദൈവം ആരാകുന്നു? ഉത്തരം: ഞാൻ അപേക്ഷിക്കുന്ന പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. എന്റെ മേൽ നിന്നും ദൈവത്തിന്റെ കനിവും ദൈവത്തിന്റെ മനസ്സലിവും ദൈവത്തിന്റെ ദയയും എടുത്തു മാറ്റാത്ത അപ്പനെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ദൈവമേ എന്ന് ഇന്ന് പകൽ വിളിച്ചത്. ദൈവത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും ചിത്രമാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാം. ആരാകുന്നു എൻ്റെ ദൈവം? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. ഇന്ന് പകലിൽ നാം അപേക്ഷിക്കുന്ന പ്രാർത്ഥനകളെ തള്ളിക്കളയാത്തൊരു ദൈവം നമ്മുടെ നടുവിൽ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകരുന്ന ധൈര്യമാകുന്നു. മനസ്സലിവും ദയയും എടുത്തു കളയാത്തൊരു ദൈവം, പ്രവൃത്തിയിൽ ഭയങ്കരനും, താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളോട് 1000 തലമുറയോളം കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ ഇടപെടലും മനസ്സിലാക്കിയ ഒരു ഭക്തനാണ് ആ പ്രാർത്ഥനാ കീർത്തനം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ദൈവത്തിന്റെ മക്കളെ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ വിജയത്തിന് പരമപ്രധാനമായ ഘടകം പ്രാർത്ഥനയാണ്. ജീവിത വിജയത്തിന് പ്രാർത്ഥന ആവശ്യമെന്നല്ല, അത്യാവശ്യമാണ്. വിജയിക്കാൻ എത്ര പേർ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നുണ്ട്? തോറ്റുപോയി എന്ന് സ്വയം പറയുന്ന എത്ര പേരുണ്ട്? പരീക്ഷകളിൽ തോറ്റുപോയോ? ജോലി സ്ഥലത്ത് ചെയ്തു തീർക്കാൻ പറഞ്ഞ ചില മേഖലകൾ ഏൽപ്പിച്ച വണ്ണം ചെയ്തു തീർക്കാൻ കഴിയാതെ അവരുടെ മുമ്പിൽ തോറ്റുപോയവരുണ്ടോ? പ്രവൃത്തികളിൽ തോൽവി അനുഭവിച്ച എത്ര പേരുണ്ട്? ജീവിതത്തിൽ പല മേഖലകളിൽ ഞാൻ തോറ്റുപോയി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ വിജയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന ഘടകം പ്രാർത്ഥനയിൽ നിങ്ങൾ കയറി വരിക എന്നുള്ളതാണ്. നിലനിൽപ്പിന് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ദേശത്ത് നിലനിൽക്കാൻ, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ദൈവം ആക്കി വെച്ചിരിക്കുന്ന നാളത്രയും ആ സ്ഥാപനത്തിൽ നിലനിൽക്കാൻ എനിക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പഠനത്തിൽ നിലനിൽക്കാൻ, ബിസിനസ്സിൽ നിലനിൽക്കാൻ, പ്രൊഫഷനിൽ നിലനിൽക്കാൻ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ, ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കാൻ
ആവശ്യമെന്നല്ല, അത്യാവശ്യമായ ഘടകമാണ്. ഉദ്ദേശങ്ങൾ സാധ്യമാകാൻ പ്ലാനുകൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടാൻ എന്തെല്ലാം പദ്ധതികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? അതോ പദ്ധതികളൊന്നും ഇല്ലയോ? ഒരു 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് സംസ്ഥാനത്തെ ഇவ்விதം ഞാൻ ആക്കി തീർക്കും എന്ന് പദ്ധതി മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഓരോ സർക്കാർ പോലും നമുക്ക് മേൽ അധികാരം കയറുന്നത്. അതിന് പഞ്ചവത്സര പദ്ധതി എന്ന് പറയും. 5 വർഷത്തേക്ക് ഞാൻ ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ നാളുകളേക്കാൾ ഗംഭീരമാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ സേവകന്മാരും നമ്മെ ഭരിക്കാൻ ഭരണതലങ്ങളിൽ കയറുന്നത്. ഒരു സംസ്ഥാനത്തെ ഭരിക്കാൻ അവരുടെ മുൻപിൽ പദ്ധതികളെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടുവണ്ണം പ്രയോജനപ്പെടാൻ എന്തെല്ലാം പദ്ധതികൾ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്? നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ഫലമുള്ളവരായി തീരാൻ, നിങ്ങളുടെ വ്യാപാര മേഖലകളിൽ നിങ്ങൾ ഫലമുള്ളവരായി തീരാൻ, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നിങ്ങൾ ഫലമുള്ളവരായി തീരാൻ ഒരു നല്ലൊരു ലക്ഷ്യസ്ഥാനം നിങ്ങൾ പദ്ധതി ആവിഷ്കരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ കയറി വരുന്നവരായി തീരണം. ഉദ്ദേശങ്ങൾ സാധ്യമാകേണ്ടതിന് പ്രാർത്ഥന ആവശ്യമെന്നല്ല, അത് അത്യാവശ്യമാണ്. വിവിധ ആവശ്യങ്ങൾ നമുക്കുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യേ ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇനിയും പറയാത്തവർ അനേകരുണ്ടല്ലോ. ഓരോ വ്യക്തികളെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദിച്ചാൽ ഒരുപക്ഷെ പുൽപ്പിറ്റിൽ പറഞ്ഞതല്ലാത്ത കഠിനമായ പ്രാർത്ഥനാ വിഷയങ്ങൾ പേറിയാണ് ഓരോരുത്തർ ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നന്നായി അറിയുന്നു. കടൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും കടൽ കണ്ടിട്ടുണ്ടല്ലേ? കടലിൻ്റെ അകത്ത് കിടക്കുന്ന മുത്തുകൾ, പവിഴപ്പുറ്റുകളുടെ അകത്തിരിക്കുന്ന മുത്തുച്ചിപ്പികൾക്കുള്ളിലിരിക്കുന്ന മുത്തുകൾ നമ്മുടെ കണ്ണിന് അഗോചരമാണ്, മറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വിലമതിക്കുന്ന മുത്തുകളേക്കാൾ ദൈവത്തിന് ഏറെ ഇഷ്ടം നിങ്ങളെ ഓരോരുത്തരെയുമാണ്. ഈ ഭൂമിക്കടിയിൽ നിന്നും 1/3 സ്വർണം മാത്രമേ ഖനനം ചെയ്തെടുത്തിട്ടുള്ളൂ. അതിലും പറയാൻ പറ്റാത്ത അംശമേ നമ്മുടെ കൈവശമുള്ളൂ. ഈ ഭൂമിക്കടിയിൽ നിന്നും 1/3 മാത്രമേ വജ്രങ്ങൾ, വൈഡൂര്യങ്ങൾ, മാർബിളുകൾ, പവിഴക്കല്ലുകൾ ഖനനം ചെയ്തെടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മാർബിളിനേക്കാൾ, പവിഴക്കല്ലുകളേക്കാൾ, സ്വർണത്തേക്കാൾ വില കൂടിയ ഏത് ധാതു ശേഖരങ്ങളെക്കാളും ദൈവം വിലമതിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. കാരണം പവിഴപ്പുറ്റുകൾക്കോ മുത്തുച്ചിപ്പിക്കകത്തിരിക്കുന്ന പവിഴത്തിനോ വേണ്ടിയല്ല, ഭൂമിക്കടിയിൽ ഉറഞ്ഞിരിക്കുന്ന സ്വർണത്തിനോ വേണ്ടിയല്ല, എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി അത്രേ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. That means we are more valuable than the golds and the pearls which we see and consider in this world. ഈ ലോകത്ത് നാം വിലമതിച്ചു കാണുന്ന പലതിനേക്കാളും ദൈവം നമ്മെ വിലമതിച്ച് കാണുന്നു എന്ന് പകലിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പ്രവൃത്തിയിൽ ഭയങ്കരനായ ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥന ഇഫക്റ്റീവായി തീരണം. എന്തായി തീരണം? നിങ്ങൾ അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് പറഞ്ഞ്, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണം, നിങ്ങൾ നിലനിൽക്കണം, നിങ്ങളുടെ ഉദ്ദേശം സാധ്യമാകണം, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണം. സന്തോഷമുള്ളവർ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴേ വേദപുസ്തകത്തിന്റെ സെൻസ് ഇങ്ങനെയാണ്: ദൈവത്തോട് സഹായത്തിനായി ഗൗരവപരമായി അഭ്യർത്ഥന കഴിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഗൗരവം ഉണ്ടായിരിക്കണം, അഭ്യർത്ഥനയും യാചനയും ഉണ്ടായിരിക്കണം, ഒരു ചേർന്ന് നിൽക്കുന്ന മനോഭാവം ഉണ്ടായിരിക്കണം. പറയണം, കർത്താവേ, അങ്ങേ കൂടാതെ എനിക്കിതിനെ മറികടക്കാൻ കഴിയുകയില്ല. ശരീരത്തിൽ വേദന കലശലാകുന്നു, പെയിൻ കില്ലേഴ്സിന് എന്റെ പെയിൻ കില്ല് ചെയ്യാൻ കഴിയുന്നില്ല. വേദന സംഹാരികൾക്ക് എന്റെ ശരീരത്തിന്റെ വേദനയെ സംഹരിക്കാൻ കഴിയുന്നില്ല. കർത്താവേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമായിരിക്കുന്നു. അങ്ങേ കൂടെ അല്ലാതെ ഈ വേദന എന്റെ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. പ്രാർത്ഥന എപ്രകാരമായിരിക്കണം എന്നുള്ളത് ഒരു മരത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം.
വൃക്ഷത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒരു വൃക്ഷത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് പുറപ്പെടുവിക്കുന്ന ഫലമാണ്. ഒരു വൃക്ഷത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് ഫലം പുറപ്പെടുവിച്ചോ എന്നുള്ളതാണ്. ഒരു വൃക്ഷത്തിന്മേലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആ വൃക്ഷത്തെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഫലം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വൃക്ഷത്തിൽ നിന്നുള്ള ആവശ്യം എന്ന് പറയുന്നത് അത് തക്ക കാലത്ത് നല്ല ഫലം കൊടുക്കുക എന്നുള്ളതാണ്. വൃക്ഷത്തോട് നമുക്ക് ചോദിക്കാം, മണ്ണിനോട് ചേർന്ന് നിൽക്കാതെ, ആഴത്തിൽ വേരിറക്കാതെ, അതിൽ നിന്നും ജലവും ലവണവും ധാതുക്കളും സ്വീകരിക്കാതെ നിനക്ക് ഫലം കൊടുക്കാൻ കഴിയുമോ? വൃക്ഷം പറയും, കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ നാം ആകുന്ന വൃക്ഷം വിജയിക്കാൻ ദൈവമാകുന്ന മണ്ണിൽ നമ്മുടെ വേര് ആഴത്തിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന ഘടകം പ്രാർത്ഥനയാണ്. ദൈവമാകുന്ന മണ്ണിലേക്ക് വൃക്ഷമാകുന്ന നമ്മൾ നിലനിന്നു കൊടുക്കാൻ അഭിവാജ്യ ഘടകം പ്രാർത്ഥനയാണ്. വൃക്ഷമാകുന്ന നമ്മൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമായി വരാൻ ദൈവമാകുന്ന മണ്ണിലേക്ക് നമ്മുടെ വേരുകളെ ആഴത്തിൽ നമ്മൾ ഇറക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഗൗരവപരമായി അഭ്യർത്ഥിക്കണം. ഈ പകലിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ഒരു തിരിവുണ്ടാകട്ടെ. ഇത്രയും കാലം ഗൗരവപരമായി നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത വിഷയങ്ങൾ ഈ പകലിൽ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ട് ഒന്ന് ഗൗരവപരമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ? കർത്താവേ, ഐ നീഡ് എ ഡെലിവറൻസ് ദിസ് മോർണിംഗ്. ഇന്ന് പകലിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എരിയുന്ന തീകോരിയിട്ടതുപോലുള്ള അനുഭവത്തിലൂടെ കടന്നുപോയവനാണ് ഞാൻ. എത്ര പേർ ദൈവസന്നിധിയിൽ പറയും, മരിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു, എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പടുതോൽവിയായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു, എൻ്റെ ജീവിതവും കുടുംബ ബന്ധവും ജോലിയും യാത്രകളും എനിക്കുള്ള സകലതും ഒരു നാശമാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്ന് പകൽ ഞാൻ തിരിച്ചറിയുന്നു, ആ വിഷയങ്ങളെ ഞാൻ ഗൗരവപരമായി ദൈവത്തിന്റെ കരത്തിലേക്ക് അപേക്ഷയായി സമർപ്പിച്ചാൽ എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ പ്രാർത്ഥനയിൽ അന്വേഷിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കകത്തൊരു ആത്മാർത്ഥമായ പ്രതീക്ഷ ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, പ്രതീക്ഷയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നവർ അവരുടെ പ്രതീക്ഷ അസ്തമിക്കാതെ, പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ ഉറപ്പിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് ഭംഗം വന്ന കാലഘട്ടത്തിൽ ഈ എഴുത്തുകാരൻ ചെയ്തത് തൻ്റെ പ്രതീക്ഷയെ കൈവിട്ട് കളയാതെ ഉള്ളിൽ പകർന്ന പ്രതീക്ഷയെ കേറിപ്പിടിച്ച് വരാൻ പോകുന്ന നന്മകളെ ലക്ഷ്യമിട്ട് ദൈവത്തോട് ചേർന്നിരുന്നു എന്ന് വാക്യഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആത്മാർത്ഥമായ പ്രതീക്ഷ, ഫലപ്രദമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതെ ദൈവത്തിൽ നിന്നും മറുപടി നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകാൻ ഗൗരവപരമായി അഭ്യർത്ഥിക്കുക. 2, ആത്മാർത്ഥമായി പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. പ്രാർത്ഥനയ്ക്ക് മറ്റൊരു അർത്ഥമുണ്ട് കേട്ടോ. ന്യായം നടപ്പാക്കി തരിക എന്നൊരർത്ഥമുണ്ട്. ന്യായം നടപ്പാക്കി തരിക. കർത്താവേ, അന്യായങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനവധി 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 ഇൻജസ്റ്റിസ്. ഇത് ശരിയല്ലല്ലോ കർത്താവേ. ഞാൻ നേരെ നിന്നിട്ടും എനിക്ക് നേരെ അനുകൂല സാഹചര്യത്തിൽ വരാത്ത ചില മേഖലകൾ, അവിടെ ഇൻജസ്റ്റിസ് ഉണ്ട്. ദൈവത്തിന്റെ കോടതി മുമ്പാകെ കൊണ്ടുവച്ച് ന്യായത്തിന് വേണ്ടി നിലവിളിക്കുന്നതിന് വേദപുസ്തകം പ്രാർത്ഥന എന്ന് പറയുന്നു. മതിയായ ഉയർച്ച ഉണ്ടാകാൻ, മതിയായ വിശാലത ഉണ്ടാകാൻ, സ്ഥിരപ്പെടുത്തൽ ഉണ്ടാകാൻ, യഥാസ്ഥാനങ്ങൾ ഉണ്ടാകാൻ, ദൈവത്തിന്റെ പൊന്മുഖത്ത് നിന്നും സമ്മുഖത്ത് നിന്നും ആശ്വാസ കാലങ്ങൾ നമുക്കുണ്ടാകാൻ ന്യായം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ മനസ്സിലാക്കി ദൈവത്തെ നാം മഹത്വപ്പെടുത്തണം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനത്തിൽ ആ 66-ാം സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ പറയുന്നു, എൻ്റെ ദൈവം പ്രവൃത്തിയിൽ ഭയങ്കരനാണ്, എൻ്റെ ദൈവം ശക്തിയിൽ ഭയങ്കരനാണ്, എൻ്റെ ദൈവം എന്നെ ജീവനോടെ കാക്കുന്നവനാണ്, എൻ്റെ ദൈവം എൻ്റെ കാലടികളെ വഴുതുവാൻ അനുവദിക്കാത്ത പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിക്കാൻ ശക്തൻ തന്നെ. അവൻ നമ്മുടെ പ്രാർത്ഥന ഇന്ന് തള്ളിക്കളയുകയില്ല. അവൻ നമ്മുടെ മേൽ നിന്നും തന്റെ ദയയെ എടുത്തു കളയുകയില്ല.
ഈ എഴുത്ത് ലേഖനകർത്താവ് എഴുതുമ്പോൾ അന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വൃഥാവായി പോയില്ല എന്ന്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇതൊരു സാക്ഷ്യ വിവരണം കൂടെയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി വർണ്ണിച്ചു പാടിയിരിക്കുകയാണ് വരുന്ന തലമുറകൾക്ക് വേണ്ടി പാടാൻ. ഞാൻ ചിന്തിച്ചു, എൻ്റെ യേശു പോലും ഈ അധ്യായം തുറന്നു വെച്ച് തൻ്റെ സിനഗോഗ് ജീവിതത്തിൽ താൻ പാടിയിട്ടുണ്ടാകും. സങ്കീർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന് സുപരിചിതമാണ്. സുവിശേഷങ്ങൾ വായിച്ചു നോക്കൂ, അദ്ദേഹം പല മേഖലകളിൽ സങ്കീർത്തനം പാടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പോയി എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കാര്യത്തിലിരിക്കുന്നത് യേശു പോലും വായിച്ച സങ്കീർത്തനമാണ് എന്ന് മനസ്സിലാക്കി ആ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. എഴുത്തുകാരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വൃഥാവായി പോയില്ല. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ നിന്നും ദൈവത്തിൻ്റെ ദയ ദൈവം എടുത്തു മാറ്റിയില്ല. മനസ്സലിവ്, കനിവ്, കരുണ എന്നിവ ദൈവം എടുത്തു മാറ്റിയില്ല. നമുക്ക് ചോദിക്കാം, താങ്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നമുക്ക് വാക്യം 11, 12 വായിച്ച് നമുക്കത് ഗ്രഹിക്കാം. അവിടെ പറയുന്നു, എഴുത്തുകാരൻ തൻ്റെ അവസാനത്തെ എഴുത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ എന്ന് പറഞ്ഞ പറയുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥനയെ തന്നിലേക്ക് ശ്രോതാക്കളെ ഒന്ന് ഫോക്കസ് ചെയ്ത് നിർത്തിയിട്ട് 11ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വായനക്കാരെ മറ്റുള്ളവരിലേക്ക് തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലേക്ക് അവരുടെ സ്പോട്ട് ലൈറ്റ് തിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഇനി ആ ജനത്തിൻ്റെ അകത്തേക്ക് പോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പറയുന്നു, ഞങ്ങളെ അങ്ങ് വലയിലകപ്പെടുത്തി, പിന്നെ ഞങ്ങളുടെ മുതുകിൽ ഒരു വലിയ ഭാരത്തെ അങ്ങ് കയറ്റി വെച്ചു. 12, മനുഷ്യർ മുഴുവനും ഞങ്ങളുടെ തലയിൽ കൂടെ കയറി ഓടുമാറാക്കി. പിന്നെ തീയിലും വെള്ളത്തിലും ഞങ്ങൾ എന്ത് ചെയ്തു? കടക്കേണ്ടി വന്നു. ശ്രദ്ധിക്കണേ, ഞങ്ങളെ വലയിലകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്ത് വലിയ ഭാരം അങ്ങ് ചുമത്തി, മനുഷ്യൻ ഞങ്ങളുടെ തലയ്ക്കുമേൽ കയറി ഓടുമാറാക്കി, തീയിലും വെള്ളത്തിലും ഞങ്ങളെ കടക്കുമാറാക്കി. ഇതെന്തൊരു ദൈവം! തീർന്നില്ല. 12ാം വാക്യത്തിന്റെ ഒടുവിൽ, എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സങ്കീർത്തനക്കാരന് പാടാനും പ്രാർത്ഥിക്കാനും അപ്പൊ വകയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം നാം സമൃദ്ധിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമത്രേ. ദാരിദ്ര്യത്തെ തന്ന് ദാരിദ്ര്യത്തിന്റെ ഉള്ളിലിട്ട് കൂപ്പുകുത്തി ഇഴഞ്ഞ് മുട്ടുമടക്കി ഇഴഞ്ഞ് ശരീരത്തെ കീറി ദണ്ഡിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. തൻ്റെ മക്കൾ സമൃദ്ധിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. വലയിലകപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കർത്താവിദാസൻ പറയുന്നു, ഞങ്ങളുടെ ആശ്രയം അറ്റുപോയി, ഞങ്ങൾ വല്ലാതെ വലഞ്ഞുപോയി, ഞങ്ങളുടെ കാലം ദുഷ്കാലമായി. ആശ്രയം അറ്റുപോയി എത്ര പേരുണ്ട്? ഭർത്താവിൽ നിന്നും ആശ്രയം അറ്റുപോയോ? ഭാര്യയിൽ നിന്നുള്ള ആശ്രയം അറ്റുപോയോ? കുടുംബത്തിനകത്തുള്ള ആശ്രയം അറ്റുപോയോ? മക്കളെ കുറിച്ച് ആശ്രയം അറ്റുപോയോ? സാമ്പത്തിക വിഷയത്തിലുള്ള ആശ്രയം അറ്റുപോയോ? കിട്ടേണ്ട നന്മ കിട്ടേണ്ടതുപോലെ കിട്ടാതെ ജീവിതം ആശ്രയം നറ്റതുപോലെ വലഞ്ഞ് കാലം ദുഷ്കാരമായി കിടക്കുകയാണോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഉറപ്പിക്കുന്നു, ആശ്രയം അറ്റുപോയവർക്ക് ആശ്രിത പരായണനായി ദൈവമുണ്ട്. വല്ലാതെ വലഞ്ഞു പോയവരെ വല്ലഭത്വമുള്ള കരം കൊണ്ട് വലിമയോടെ ഉയർത്തിക്കുന്ന വല്ലഭനായ ദൈവം നടുവിലുണ്ട്. ദുഷ്കാലത്തെ നല്ല കാലമാക്കി തീർക്കുന്ന ദൈവം നടുവിലുണ്ട്. അതുകൊണ്ടാണ് 20ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയെ തള്ളിക്കളയാത്ത ദൈവം. വലയിൽ പെട്ടതുപോലുള്ള അവസ്ഥയുണ്ടോ? വലയിൽ നിന്നും ഇന്ന് പകലിൽ ദൈവം പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. മുതുകിൽ വലിയ ഭാരം കയറ്റി. എന്താ തൻ്റെ ദാസനെ അർത്ഥമാക്കുന്നത്? ഞങ്ങളെ അടിമപ്പണി ചെയ്യിപ്പിച്ചു. മനുഷ്യന് മുതുക് തന്നിരിക്കുന്നത് നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ്, കുനിഞ്ഞു നിൽക്കാൻ വേണ്ടിയല്ല. കർത്താവായ യേശു സിനഗോഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ ഭൂതം കുനിച്ചു കളഞ്ഞ ഒരു സ്ത്രീയെ കർത്താവിൻ്റെ കണ്ണ് കണ്ടു. യേശുവിൻ്റെ ദൃഷ്ടി
കുനിഞ്ഞുപോയവരെ കണ്ടാൽ കുനിയാൻ കാരണമായി അതിനെ പുറത്താക്കി നിവർത്തി നിർത്തുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. അത് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മുതുകിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞു, അടിമപ്പണി ചെയ്യിപ്പിച്ചു, അവരുടെ ബലത്തെ ഇല്ലാതെയാക്കി, അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടായി. തെങ്ങിൽ നിന്നും താഴെ വരുന്നവർ മുതിന് പ്രയാസമുണ്ടായാൽ ജീവിതകാലം മുഴുവൻ കിടന്നു പോകും നമ്മൾ കാണുന്നില്ലേ? നട്ടലിന് ക്ഷതമേറ്റാൽ നമ്മൾ കിടന്നു പോകും. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നട്ടലിന് ക്ഷതമേൽക്കാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ നട്ടലിന് ക്ഷതമേൽക്കാതിരിക്കാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, ഈ ഭൂതലത്തിൽ പാർക്കുന്ന കാലമത്രയും നമ്മൾ ബലത്തോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ മുതുക് അടിമപ്പണി ചെയ്യാനുള്ളതല്ല, നമ്മുടെ മുതുക് മനുഷ്യർക്ക് കയറി നിരകാനുള്ളതല്ല. നാം നിവർന്നു നിന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കണം. അവരെ അപമാനപാത്രമാക്കി. കർത്തവ്യദാസന് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപമാനപാത്രമായിരുന്ന എന്നെ ദൈവം അഭിമാനപാത്രമാക്കി എന്നുള്ളതാണ്. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. മനുഷ്യൻ എൻ്റെ തലയ്ക്കുമേൽ കയറി ഓടുമാറാക്കി. എന്താ തന്റെ ദാസനെ അദ്ദേഹം അർത്ഥമാക്കിയത്? ഞങ്ങൾക്കുണ്ടായിരുന്ന അധികാരങ്ങളെ അവർ എടുത്തു കളഞ്ഞു, ഞങ്ങളുടെ അവകാശങ്ങളെ അവർ എടുത്തു കളഞ്ഞു, ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അവർ എടുത്തു കളഞ്ഞു, ഞങ്ങളുടെ ചിന്താ സ്വാതന്ത്ര്യത്തെ അവർ എടുത്തു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ നെവർ ടോക്ക്, ജസ്റ്റ് ഒബേ എന്നുള്ള മട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല, അപേക്ഷ കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല. എങ്ങനെ? ഇസ്രായേൽ ജനത മുഴുവനും ഊഴിയ വേലക്കാരന്മാരായി ഈജിപ്തിലുള്ള ജനതകൾക്കും ഫറവോന്റെയും അടിവിൽ വക്കോൽ കൂട്ടി, ചെളി കൂട്ടി, കട്ടയറുത്ത് ലഭിച്ച ഒരുപിടി റേഷൻ കഴിച്ച് മുതുക് കുനിച്ച് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായി ജീവിച്ചത് പോലെ ഞങ്ങളാക്കപ്പെട്ടു. എന്നാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, തള്ളിക്കളഞ്ഞില്ല, തൻ്റെ ദയയെ എടുത്തു കളഞ്ഞില്ല, ഞങ്ങളുടെ മുതുകിനെ ഉയർത്തി. അധികാരങ്ങളെ മടക്കി തന്നു, അവകാശങ്ങളെ മടക്കി തന്നു, ക്ഷതമേറ്റ അഭിമാനത്തെ ദൈവം ഞങ്ങൾക്ക് മടക്കി തന്നു. തീയിലും വെള്ളത്തിലും കൂടെ കടന്നു. എന്നുവെച്ചാൽ പ്രാണന് ഹാനി ഉണ്ടാകുന്ന തരത്തിൽ അവർ ഞങ്ങളോട് പെരുമാറി. താനും തൻ്റെ ജനവും കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയതായ വിഷയങ്ങളെ കുറിച്ചാണ് അവിടെ വിവരിച്ച് പറയുന്നത്. പറയുന്നു, തീയിലും വെള്ളത്തിലും കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു? വിവരിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ അതിലോട്ട് പോകുന്നില്ല. നമുക്കൊരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയെ തള്ളിക്കളയാത്തൊരു ദൈവം ഇന്ന് പകലിലുണ്ട്. ആ 38 വർഷം രോഗിയായി കിടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിലേക്ക് കയറി പിടിച്ചതുപോലെ, രക്തസ്രവം വന്ന് ശരീരം മുഴുവനും അവസാനത്തുള്ളി രക്തവും പോയി ചണ്ടിയായി മരിക്കേണ്ടവൾ യേശുവിനെ കണ്ട് കയറി പിടിച്ച് ആശ്വാസം പ്രാപിച്ചതുപോലെ ഇന്ന് പകലിൽ വിശ്വാസത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ കയറി പിടിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തള്ളലുണ്ടാകാതിരിക്കാൻ, ദൈവത്തിന്റെ കരുണയും കനിവും ദൈവത്തിന്റെ മനസ്സലിവും നമ്മിൽ നിന്നും എന്നതേക്ക് പോയി പോകാതിരിപ്പാൻ അവിടുന്ന് പറയുന്നു, എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. നോക്കൂ, തള്ളിക്കളയാത്തത് കൊണ്ട് നമുക്ക് ചോദിക്കാം, ഈ എഴുത്തുകാരനെ ദൈവം തള്ളിക്കളയാത്തത് എന്തുകൊണ്ട്? 13-15 അദ്ദേഹം പറയുന്നു, 17-18 അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ വായ്ക്ക് നിലവിളി ഒഴിയാതെ ഞാൻ സംരക്ഷിച്ചു. നിലവിളി ഒഴിയാത്ത വായും പുകഴ്ച ഒഴിയാത്ത നാവും അദ്ദേഹം സൂക്ഷിച്ചു. അതുകൊണ്ട് തന്റെ പ്രാർത്ഥന തള്ളപ്പെട്ടില്ല. നിലവിളി ഒഴിയാത്ത വായ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രസ്സിൽ കിടക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത ഭയങ്കരമായ ഭാരത്തിന്റെ നടുവിൽ ഞെരുങ്ങപ്പെട്ട മേഖലകളിൽ വായടച്ച് മിണ്ടാതിരിക്കരുത്. വായ തുറന്ന് നിലവിളിക്ക്. നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആ ദൈവം എന്നെ വിടുവിച്ചു, നിങ്ങളെയും വിടുവിക്കുമെന്നുള്ളതാണ് സങ്കീർത്തനകാരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിലവിളി, ബുദ്ധിയിൽ നിന്നൊരു നിലവിളിയുണ്ട്, വായിൽ നിന്നൊരു നിലവിളിയുണ്ട്, ഹൃദയത്തിനകത്തുനിന്നൊരു നിലവിളിയുണ്ട്, വയറിൽ നിന്നൊരു നിലവിളിയുണ്ട്. നിലവിളി മനസ്സിലാക്കണമെങ്കിൽ കൂട്ടിനകത്തിരിക്കുന്ന കിളിയെ നോക്കാം. അമ്മക്കിളി ഉയരങ്ങളിലേക്ക് പറക്കും. കൂട്ടിനകത്ത് കിടക്കുന്ന ബലഹീന കിളികൾ, ചിറകുറയ്ക്കാത്ത, ശരീരമുറയ്ക്കാത്ത, കാല് ബലപ്പെടാത്ത, പരുന്തിൻകാലിൽ പോകാൻ പരുവത്തിൽ കിടക്കുന്ന കുഞ്ഞു കിളികൾ വിശന്നു കഴിയുമ്പോൾ മുകളിലേക്ക് നോക്കി വിളി വിളിക്കും. എത്ര ഉയരങ്ങളിലും അമ്മ പക്ഷി പറന്നാലും, ആകാശത്തിൻ്റെയും കാറ്റുകളുടെയും ശബ്ദം കാതിൽ കേട്ടാലും അതിനെ ഭേദിച്ചുകൊണ്ട് കൂട്ടിനകത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുക്കിളിയുടെ
വിളി അതിൻ്റെ കാതിൽ വീണ് അതിൻ്റെ വായിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ആകാശങ്ങളെ കീറി അത് കൂടിനകത്തേക്ക് വരുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ വായിൽ നിലവിളി ഒഴിയാതെ ഇരുന്നാൽ അമ്മ പക്ഷി ഇറങ്ങി വരുന്നത് പോലെ ദൈവം സ്വർഗം വിട്ട് നമ്മളിലേക്ക് ഉത്തരവുമായി ഇറങ്ങി വരും. പുകഴ്ച ഒഴിയാത്ത നാവ്, പുകഴ്ച ഒഴിയാത്ത നാവ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ നാവ് കൊണ്ട് കുരള പറയാതെയും നാവ് കൊണ്ട് ആരെയും അധമം പറയാതെയും നിങ്ങളുടെ വാക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കേണ്ടതിന് കർത്താവിദാസൻ പറയുന്നു, ഉപ്പിനാൽ രുചി വരുത്തിയ ഭക്ഷണം പോലെ നിങ്ങളുടെ വാക്ക് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ കാതിന് രുചികരമായി തീരാൻ, ഹൃദയത്തിന് രുചികരമായി തീരാൻ ആകേണ്ടത് മാത്രമേ നിങ്ങൾ പറയാകൂ. ചോദിക്കാം, എന്താണ് കർത്താവേ ആകേണ്ടത്? സ്തുതി, സ്തോത്രം, യാഗാർപ്പണം. നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. പ്രാർത്ഥന തള്ളിക്കളയാതിരിക്കാൻ, ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, നിലവിളി ഒഴിയാത്ത വായ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പുകഴ്ച ഒഴിയാത്ത നാവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ വന്നാൽ സമൃദ്ധിയിലേക്ക് അവൻ നമ്മെ നടത്തും. സമൃദ്ധി കിട്ടേണ്ടതുപോലെ കിട്ടേണ്ടത് സമയത്ത് കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ടവർക്ക് കിട്ടിയാൽ സമൃദ്ധി. കഴിക്കേണ്ട ആഹാരം കഴിക്കേണ്ട നിലവാരത്തിൽ കഴിക്കേണ്ട വണ്ണം കഴിച്ച് ബലപ്പെട്ടാൽ സമൃദ്ധി. കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥതയും സമാധാനവും ശത്രു കവർന്നു കളയാതെ ദൈവം നിലനിർത്തിക്കൊണ്ടു പോകുന്നെങ്കിൽ അത് സമൃദ്ധി. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ചുള്ള ജീവിതം സമൃദ്ധമായ ജീവിതമാണ്. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ അങ്ങ് തള്ളിക്കളയുന്നത് എന്ത്? തിരുവചനം പറയുന്നു, നീ വചനം അനുസരിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് രാജാവായാലും ശരി തന്നെ. ശൗലേ, ഇതാ ദൈവത്തിൽ നിന്നും ഒരിടപാട്. പ്രവാചകനായ ശമൂവേലേ, എന്താണത്? ദൈവം പറഞ്ഞ പോലെ ഞാൻ യുദ്ധം ചെയ്തു. ആഗാഗ് രാജാവിനെ ഞാൻ വെട്ടി കണ്ടം തുണ്ടമാക്കാൻ മാറ്റി വച്ചിരിക്കുന്നു. ജനങ്ങളെയും മുലകുടിക്കുന്ന കുട്ടികളെയും ദൈവം പറഞ്ഞ പോലെ അറുത്തെറിഞ്ഞു. അവിടുത്തെ കാളകളെയും പശുക്കിടാങ്ങളെയും പക്ഷികളെയും ഞാൻ അറുക്കാതെ അങ്ങേക്ക് പ്രസാദമാകേണ്ടതിന്, നീ സേവിക്കുന്ന ദൈവത്തിന് പ്രസാദം ഉണ്ടാകേണ്ടതിന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ശമൂവേൽ, ഇതാ ദൈവത്തിന്റെ അരുളപ്പാട്. രാജസ്ഥാനത്ത് നിന്നും ശൗലേ, നിന്നെ ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിശയിച്ചു പോകുന്നു. യുദ്ധം ചെയ്ത് വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇനി അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി മുന്നിൽ വന്ന് നിൽക്കുന്നവൻ കേട്ട കേൾവി, രാജസ്ഥാനത്ത് നിന്നും ദൈവം നിന്നെ നീക്കിയതായി സ്വർഗത്തിൽ നിന്നും അരുളപ്പാടുണ്ടായിരിക്കുന്നു. ചോദ്യം, എന്തുകൊണ്ട്? നിന്നോട് മുഴുവൻ സംഹരിക്കാൻ പറഞ്ഞു, നീ മുഴുവൻ സംഹരിച്ചില്ല. നീ ആടുകളെ അറുത്തില്ല, കാളയെ അറുത്തില്ല, പ്രാവിനെ അറുത്തില്ല. ഞാൻ കാണിക്കാത്ത ദയ നീ കാണിച്ചതുകൊണ്ട്, എന്നോട് അനുസരണം കേട്ട് കാണിച്ചതുകൊണ്ട് നീ മനസ്സിലാക്കി ശൗലേ, നിന്റെ യാഗത്തെക്കാൾ, നിന്റെ ബലിപീഠത്തെക്കാൾ, നിന്റെ നേർച്ച കാഴ്ചകളെക്കാൾ ദൈവത്തോടുള്ള അനുസരണം അത് വലുതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നമ്മൾ യാഗാർപ്പണം ചെയ്തു എന്നതിൽ മാത്രമല്ല, നേർച്ച കാഴ്ചകൾ കഴിച്ചു. യേശു പറഞ്ഞു, സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. അവനെ തള്ളി വീഴ്ത്തിയതാര്? മഹാശക്തിയുള്ള ദൈവം. മിസ്രൈമിന്റെ രാജാവിനെയും സൈന്യത്തെയും വെള്ളത്തിന്റെ അടിയിൽ അവൻ തള്ളിയിട്ട് കളഞ്ഞു. തള്ളിയിട്ടത് ആര്? മഹാശക്തനായ ദൈവം. പക്ഷെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ പൊന്മുഖത്തായിരിക്കുമ്പോൾ തള്ളിക്കളയാതെ നാം നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടാണോ ദൈവം തള്ളിക്കളയാത്തത്? മനസ്സിലാക്കണം, ദൈവം തള്ളിയിട്ടാൽ പിടിച്ചു വലിച്ചെടുക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരുവനും ആകാശത്തിന് മുകളിലും ആകാശത്തിന് കീഴിലുമില്ല. ദൈവം തള്ളിയാൽ വീഴുന്നവൻ നിലംപരിചായി പോകും. പിന്നെ ഒരു എഴുന്നേൽപ്പുണ്ടാവുകയില്ല. It will be a total destruction. It will be a total demolition. It will be a total desolation. ദൈവകരത്തെ പിടിപ്പാൻ, ദൈവം തള്ളുമ്പോൾ പിടിപ്പാൻ, തള്ളാതിരിക്കാൻ, തിരിച്ചു തള്ളാൻ, എതിർത്ത് തള്ളാൻ ഒരു വ്യക്തിയില്ല, രാജ്യമില്ല, സൈന്യശക്തിയില്ല, സാമ്രാജ്യങ്ങളില്ല, ഒരുത്തനും എഴുന്നേറ്റ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോഹയ്ക്ക് ദൈവത്തോട് കൃപ ലഭിച്ചു.
അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചു, മറിയയ്ക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചു. ദൈവത്തിന്റെ മക്കളെ, യേശു എന്ന നാമത്തിൽ നാം എന്ന് വിശ്വസിച്ചോ അന്ന് മുതൽ ദൈവത്തിൽ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൽ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ നമ്മെ തള്ളിയാൽ കയറി പിടിക്കാൻ നമുക്കൊരു കൈയുണ്ട്. ആ കൈയിന്റെ നാമം യേശു എന്നാണ്. ആ കയ്യിൽ കയറി പിടിച്ചാൽ നാം നിലംപരിചാകാൻ അവൻ അനുവദിക്കുകയില്ല. സങ്കീർത്തന പുസ്തകങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് വരുവിൻ, വന്ന് നമസ്കരിക്ക്, നിന്നെ നിർമ്മിച്ച നാഥന്റെ മുമ്പിൽ നീ മുട്ടുമടക്ക്. സങ്കീർത്തന പുസ്തകത്തിന്റെ ആകെ തുകയാണ് യേശുവിന്റെ നാമത്തിൽ. തള്ളിക്കളയാത്ത ദൈവം. പക്ഷെ മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു കേട്ടോ, ഇന്നും തള്ളിക്കളയുന്നു. ദൈവവചനത്തിന് അനുസരണമില്ലാതിരിക്കുമ്പോൾ നാം ദൈവത്തെ തള്ളിക്കളയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും ബഹുമാന യോഗ്യമായ ഒരു വ്യക്തിയുടെ നെഞ്ചിൽ കൈവച്ച് എന്നോട് മേലിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയാൽ പിന്നെ എന്തായിരിക്കും ആ വ്യക്തിയും നമുക്കും തമ്മിലുള്ള മനോഭാവം? നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് അല്ലേ? ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. ഞങ്ങൾ മുമ്പായിരുന്ന കത്തോലിക്ക പള്ളിയിൽ എൻ്റെ കൊച്ചിലെ ഒരു വലിയ വഴക്കുണ്ടായി. കമ്മിറ്റിക്കാരും അവിടുത്തെ പുരോഹിതനും തമ്മിൽ. കമ്മിറ്റിക്കാരൊക്കെ പുരോഹിതനെതിരെ എഴുന്നേറ്റ് നിന്നു. പുരോഹിതന്റെ സ്റ്റാൻഡിൽ നിന്നും. അവിടെ പറ്റിയൊരു അബദ്ധം, പുരോഹിതനെ കമ്മിറ്റിക്കാരിൽ ഒരുവൻ നെഞ്ചത്ത് പിടിച്ച് തള്ളി വെളിയിൽ കളഞ്ഞു. അദ്ദേഹം ദൈവം മുമ്പാകെ നിൽക്കുന്നൊരു മനുഷ്യനാണല്ലോ. നെഞ്ചത്ത് പിടിച്ച് തള്ളിക്കളഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്താണ്. പിന്നത്തേതിൽ ഞാൻ അറിഞ്ഞത് ആ മനുഷ്യൻ നല്ല ശ്വാസം എടുത്തല്ല ചത്തത് എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ കുഴിമാടം പൂഴിക്കുന്ന് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആ സെൻസ് മനസ്സിലാക്കുക. ബഹുമാന യോഗ്യമായ ഒരു വ്യക്തിയെ നെഞ്ചത്ത് കൈവച്ച് തള്ളി മാറ്റുന്നതിന് തുല്യമാണ് ദൈവത്തിൻ്റെ വചനത്തിനോട് നാം അനുസരണമില്ലാതെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടിട്ടും ജീവിതം വചനത്തിനനുസരിച്ച് കാല് വെക്കാൻ കഴിയാതെ നിൽക്കുന്നത് ഇങ്ങനെ തള്ളി മാറ്റുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. കർത്താവ് നമ്മെ കാത്ത് പരിപാലിക്കുന്നത് ഒരു അനുതാപമുള്ള ഹൃദയം നമ്മളിൽ ഉടലെടുക്കാൻ വേണ്ടിയാണ്. കർത്താവിനെ പലപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞവരാണ്. നമ്മെ രക്ഷിക്കാൻ നീട്ടിയ കയ്യെ പലപ്പോഴും നമ്മൾ തട്ടി മാറ്റിയതാണ്. ഉപദേശങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മുതുക് തിരിച്ചു കാണിച്ചവരാണ്, ഞാൻ ഉൾപ്പെടെ. എന്നിട്ടും ദൈവമേ എന്ന ഒരു വിളിക്ക് മുൻപിൽ മകനെ മകളെ എന്ന് വിളിച്ചു വന്നെങ്കിൽ അതിന് കാരണം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിലെ സകല സമ്പത്തുകളെക്കാൾ ഉപരിയായി അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നതാണ് അടിസ്ഥാനം. നാം ഒരു വസ്തുവിനെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഉപയോഗമില്ലാതെ പോകുമ്പോഴാണ്, ആവശ്യമില്ലാതെ വരുമ്പോഴാണ്, അപകടകരമാകുന്ന അവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് നാം ഒരു വസ്തുവിനെ തള്ളിക്കളയുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് പകലിൽ ഞാൻ ഉൾപ്പെടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉപയോഗമുള്ളവരായി തീരാം. ആവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ വയ്ക്കുന്ന ആവശ്യങ്ങൾക്കും നമുക്കൊരു കൈ കൊടുക്കാം. നാം ദൈവത്തിന് മുമ്പിൽ അപകടകാരികളും ദൈവമക്കൾക്ക് മുമ്പിൽ അപകടകാരികളുമായി തീരാതെ അനുഗ്രഹപൂർണരായി തീരാൻ നമുക്കിന്ന് പകൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നാം തള്ളപ്പെടാനുള്ളവരല്ല, ദൈവകരങ്ങളിൽ നാം കൈക്കൊള്ളപ്പെടേണ്ടവരാണ്. ഇന്ന് പകലിൽ യേശു നിമിത്തം നാം ദൈവത്തിന്റെ കരങ്ങളിൽ കൈക്കൊള്ളപ്പെട്ടവരുമാണ്. നമ്മുടെ പ്രാർത്ഥന തള്ളപ്പെടാതിരിക്കാൻ നമ്മൾ തള്ളിക്കളയേണ്ട വസ്തുത ഒന്ന്, അഭക്തി ഇന്ന് പകലിൽ നമ്മൾ തള്ളിക്കളയണം. അവിശ്വാസം നമ്മൾ തള്ളിക്കളയണം. പിന്നെ സ്വീകരിക്കേണ്ട കാര്യമെന്ത്? ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയെയും ദൈവത്തിൻ്റെ മഹിമയെയും ദൈവത്തിൻ്റെ പുകഴ്ചയെയും നമ്മൾ സ്വീകരിച്ചാൽ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന് ഇന്ന് പകലിൽ കർത്താവ് നമ്മെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? തള്ളിക്കളയാത്ത പ്രാർത്ഥന, തള്ളിക്കളയാത്ത ദൈവം, ദയ എടുത്തു മാറ്റാത്ത ദൈവം. അങ്ങനെ ഒരു ദൈവം
എനിക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പകലിൽ നമ്മൾ ദൈവത്തെ വാഴ്ത്തുമ്പോൾ ഈ സത്യത്തിൽ കയറി നിന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും കർത്താവിൽ നിന്നുള്ള ആശ്വാസങ്ങളും നമുക്ക് പ്രാപിച്ചെടുക്കാം. ഈ തിരുവചനങ്ങൾ ധ്യാനിക്കൂ. തുടർന്നും വചനത്താൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ.